എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ആരും വന്നില്ല എന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, ക്ലിയർ ആയിട്ട് ഒച്ച കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. ആക്ച്വലി നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നു തുടങ്ങിയില്ല. വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എല്ലാവരും? ഓക്കെ ഓക്കെ വന്ന് തുടങ്ങി. എല്ലാവരും വന്നിട്ട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ ഫോണ്. ഓക്കെ ഓക്കെ not bad. സൗണ്ട് കുറവാണെങ്കിൽ നമുക്കൊരു മൈക്ക് സെറ്റ് വെച്ചാലോ? ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും. അതാണ് ഇന്നത്തെ വിഷയം. അപ്പം ആ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. വിഷയം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് പല ന്യൂസിലും ഒക്കെ പല കാര്യം കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പോസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതാണ് ടോപ്പിക്. ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. എനിവേ നോക്കാം. ഓക്കെ എല്ലാവരും കുറച്ച് ആൾക്കാരൊന്ന് ഒരുപാട് ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കായിരുന്നു. ഒത്തിരി ആൾക്കാർ കേൾക്കുമ്പോൾ അല്ലേ ബാക്കി കുറച്ച് ആൾക്കാർ കേട്ട് ആ വിഷയത്തിന്റെ കുറച്ച് കഴിഞ്ഞ് ആയി പോകും തോന്നുന്നു ആൾക്കാർ കാണുന്നതേ. ഓക്കെ ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. അപ്പോ ഇന്നെന്താണ് വിഷയം? ഇന്ന് ശ്രീലക്ഷ്മി അറയ്ക്കല്. ഞാൻ ആക്ച്വലി ആ കുട്ടിയെ കണ്ടിട്ടില്ല. എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനും കണ്ടിട്ടില്ല. ഈ മുന്നേ എനിക്കൊരു വിവാദം, ഒരു ന്യൂസൊക്കെ ആയ സമയത്താണ് എനിക്ക് തോന്നുന്നു, ഞാൻ അപ്പോഴാണ് ആ പേര് തന്നെ കേൾക്കുന്നത്. പേര് കേട്ടത് ആ സമയത്താണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരണമെങ്കിൽ അപ്പം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. സോ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ആ പോസ്റ്റ് ഷെയർ ചെയ്തു. അപ്പോഴാണ് ഞാൻ കാണുന്നത്. ഡയറക്റ്റ് പോയിട്ട് ഞാൻ ആ കുട്ടീൻ്റെ ആ പോസ്റ്റ് കാണുന്നത് അപ്പോഴാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് അതിനെക്കുറിച്ച് സീമ സംസാരിക്കാതിരുന്നത്. മിക്ക കാര്യങ്ങളും പറയുമ്പോൾ മിക്ക കാര്യങ്ങൾക്കും സംസാരിക്കാറുള്ള ആളാണല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് സംസാരിക്കാതിരുന്നത്? വളരെ അത്യാവശ്യം മിക്ക ആൾക്കാർക്കും അതൊരു മോശമായിട്ട് തോന്നിയ പോസ്റ്റ് ആണ് എന്നാണ് പല ആൾക്കാരും പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുകയുണ്ടായി ഈ ശ്രീലക്ഷ്മി ഇട്ട പോസ്റ്റിനെ കുറിച്ച് സീമയുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞ്. എൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു പല ട്രാൻസ് സുഹൃത്തുക്കളും അവരുടെ വാളിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർക്കും വിയോജിപ്പുള്ളതായിട്ടും അങ്ങനെയൊക്കെ ഞാൻ പോസ്റ്റുകളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സൗഹൃദ മുഖപുസ്തകത്തിലെ ആ സുഹൃത്തുക്കളുടെ ഇതിലുള്ള പല ആൾക്കാരും പോസ്റ്റ് ഇട്ടും ഞാൻ കണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ടിട്ടവരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഷോർട്ടായിട്ട് പറഞ്ഞു പോയവരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേ അപ്പം ഞാൻ കരുതി ഒരുപാട് ആൾക്കാർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന്. അപ്പം ഞാൻ ആദ്യം ഒന്ന്, ചിലപ്പോൾ കുറെ ആൾക്കാർ ആ പോസ്റ്റ് കാണാത്ത ആൾക്കാരുണ്ടായിരിക്കും, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. വായിക്കുന്നത്
വായിക്കുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എഴുതിയതുപോലെ എനിക്ക് വായിക്കാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ എഴുതിയതിന്റെ ചില വാക്കുകൾ ഞാൻ മാറ്റി വായിക്കും. എനിക്ക് ഇതിനകത്ത് പറയാൻ നാണക്കേടുണ്ട്. അത്ര മോശം കാര്യമൊന്നും അല്ല. ഒരു അവയവത്തിനെ കുറിച്ചാവുമ്പോഴത്തേക്കും അതൊരു മോശമായിട്ടൊരു പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കത് പറയാനായിട്ട് ഒരു മോശമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാന് ആ പോസ്റ്റ് വായിക്കാം കേട്ടോ. ശ്രീലക്ഷ്മി അറയ്ക്കൽ. ഒരു കല്യാണം നടക്കുമ്പോൾ പയ്യന്റെ എല്ലാം നോക്കും. പയ്യന്റെ മാത്രമല്ല പെൺകുട്ടിയുടെ നോക്കും കേട്ടോ ശ്രീലക്ഷ്മി. ഒരു കല്യാണം നടക്കുമ്പോൾ പയ്യന്റെ മാത്രം നോക്കിയിട്ട്, എനിക്ക് തോന്നുന്നു ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നുണ്ടെങ്കിൽ പയ്യന്റെ മാത്രം നോക്കിയിട്ട് നടത്തുമോ? പെണ്ണിന്റെ സൈഡും നോക്കാറുണ്ട്. കുടുംബത്തിൽ പിറന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ട് സൈഡും നോക്കാറുണ്ട്, നോക്കിയിട്ടാണ് നടത്താറുള്ളത്. അപ്പൊ ശ്രീലക്ഷ്മി മെൻഷൻ ചെയ്തേക്കുന്ന ഒരു കല്യാണം നടക്കുമ്പോൾ പയ്യന്റെ എല്ലാം നോക്കുമെന്നാണ്. പെണ്ണിന്റെയും എല്ലാം നോക്കാറുണ്ട് ശ്രീലക്ഷ്മി. അടുത്ത് ജാതി, മതം, കുലം, കുടുംബ മഹിമ എക്സെട്ര. ജാതി, മതം, കുലം, കുടുംബ മഹിമ എക്സെട്ര എന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്. ശരിക്കും ഒരു ഫെമിനിസ്റ്റ് ആണെന്നാണ് പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മി എത്രമാത്രം ഫെമിനിസ്റ്റ് ആണ് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ശ്രീലക്ഷ്മിക്ക് എപ്പോഴും പറയാനുള്ള ടോപ്പിക്കുകൾ, പലപ്പോഴും പറയാനുള്ള ടോപ്പിക്കുകൾ ഈ ലൈംഗിക അവയവത്തിനെ കുറിച്ചും അല്ലെങ്കിൽ പുരുഷന്മാരുടെ ലിംഗത്തിനെ പറ്റിയും വൈബ്രേറ്ററിനെ പറ്റിയൊക്കെയാണ് ശ്രീലക്ഷ്മിക്ക് പറയാനുള്ളത്. അപ്പോ ഒരു വ്യക്തി വീണ്ടും വീണ്ടും വെള്ളം കുടിച്ചോട്ടെ. ഒരു വ്യക്തി വീണ്ടും 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 അത് ആവർത്തിച്ച് പറയുമ്പോൾ അവർക്ക് താല്പര്യം, ഇൻട്രസ്റ്റ് ഉള്ള മേഖല, സംസാരിക്കാനുള്ള മേഖല ഈ രണ്ട് ടോപ്പിക്കും ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലിംഗവും വൈബ്രേറ്ററും, അതാണ് ശ്രീലക്ഷ്മിയുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക്. അപ്പൊ ആ ടോപ്പിക്കിൽ നിന്ന് വേറെ ചെറിയൊരു ചേഞ്ച് തോന്നിക്കാണും ഇങ്ങനൊരു പോസ്റ്റ് ചെയ്യാനുണ്ടായത്. അല്ലെങ്കിൽ നമ്മളിപ്പോ മിക്ക ആൾക്കാർക്കും ആഗ്രഹമുള്ള കാര്യമാണ് മിഡിൽ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ഓഫ് അട്രാക്ഷൻ. എല്ലാ ആൾക്കാരിലും ഇടയിൽ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കുക, എല്ലാവരും ആൾക്കാരെ നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഘടകം. അപ്പൊ ചിലപ്പോ കുറെ നാളായില്ലേ മറ്റേ ഒരു പുള്ളിക്കാരനൊക്കെ അടിക്കാനും തല്ലാനും ഒക്കെ പോയി പുരോഗമനമൊക്കെ കാണിച്ചത്, കുറച്ചു നാളായില്ലേ. അപ്പൊ അതിനുശേഷം ഒരു ന്യൂസ് ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ജാതി, മതം, കുലം, കുടുംബ മഹിമ ഒക്കെയാണ് എക്സ്ട്രാ നോക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ ലിംഗം ഫങ്ഷനിങ് ആണോ എന്ന് മാത്രം നോക്കൂല എന്ന്. ലിംഗം എന്നല്ല എഴുതിയേക്കുന്നത്, വേറൊരു വാക്കാണ് എഴുതിയേക്കുന്നത്. അത് പറയുന്നോണ്ടൊരു എന്താ പറയാ, അതിന്റെ മറ്റൊരു വാക്ക് ഞാൻ പ്രയോഗിച്ചതേ ഉള്ളൂ. അതിന്റെ ഫങ്ഷനിങ് മാത്രം നോക്കില്ല എന്ന്. അപ്പോ ഞാൻ ശ്രീലക്ഷ്മിനോട് ചോദിക്കുന്നത്, സമൂഹത്തില് ആൾക്കാര് പരസ്പരം ലിംഗത്തിന്റെ ഫങ്ഷനിങ്ങും യോനിയിലെ ഫങ്ഷനിങ്ങും ഒക്കെ നോക്കിയിട്ടാണ് വിവാഹം നടക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ വിവാഹങ്ങൾ നടക്കാൻ ചാൻസ് ഇല്ല. അത് മറ്റൊരു കാര്യം. പിന്നെ ആ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള്, ഇപ്പോ ശ്രീലക്ഷ്മിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു മോളാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഗേൾ ആണ് ജനിക്കുന്നത് എന്ന് നേരത്തെ അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ശ്രീലക്ഷ്മി? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോ അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുപോലെയാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്, പരസ്പരം ലൈംഗിക പരസ്പരം എന്ന് പറഞ്ഞിട്ടില്ല, ആണിന്റെ മാത്രം ലൈംഗിക അവയവം പരിശോധിക്കണമെന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുള്ളത്. പെണ്ണിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല ശ്രീലക്ഷ്മി. അപ്പൊ എനിക്ക് ശ്രീലക്ഷ്മിനോട് ചോദിക്കാനുള്ളത്, നമ്മളൊരു ഫെമിനിസ്റ്റ് ആണെന്ന് തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി ഒരു ഫെമിനിസ്റ്റ് തന്നെയാണ്. ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആണുങ്ങളെ മൊത്തം അടച്ചാക്ഷേപിച്ച് ആണുങ്ങളുടെ തലയിൽ കുതിര കയറി ആണുങ്ങളെല്ലാം മോശക്കാരാണ്, എല്ലാം ഒരു തരം മറ്റേ ആൾക്കാരാണെന്ന് പറയുന്നതാണോ ഫെമിനിസം? ശരിക്കും ഫെമിനിസം എന്താണെന്ന്
അറിയുന്ന ആളാണോ ശ്രീലക്ഷ്മി എന്നെനിക്ക് പല കാര്യങ്ങളും പല സംഭവങ്ങളും ശ്രീലക്ഷ്മി ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ആണുങ്ങളുടെ ലിംഗം ഉദ്ധരിക്കുമോ അല്ലെങ്കിൽ വൈബ്രേറ്റർ അങ്ങനെ ആക്കാൻ പറ്റുമോ ഇങ്ങനെ ആക്കാൻ പറ്റുമോ എല്ലാം എല്ലാം ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ്. അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെയാണ് എന്താ പറയാ ശ്രീലക്ഷ്മിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു വൈവാഹിക ജീവിതത്തില് സെക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനേക്കാളേറെ ഒരു ആത്മബന്ധം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോ ലിംഗം ഉദ്ധരിച്ചാലും ഉദ്ധരിച്ചില്ലെങ്കിലും ഇപ്പോ ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ലിംഗത്തിന് വലിപ്പം കുറഞ്ഞാലോ അല്ലെങ്കിൽ കൂടിയാലോ ഒരു ആത്മബന്ധം പരസ്പരം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വൈവാഹിക ജീവിതങ്ങളും സക്സസ്ഫുൾ ആവത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ശ്രീലക്ഷ്മി പറയുന്നത് പോലെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു കാര്യം ചെക്ക് ചെയ്തിട്ടാണോ കല്യാണം നടത്താറുള്ളതെന്ന് ചോദിക്കുന്ന സ്ഥിതിക്ക് ഇപ്പോ അതെല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് പാസ്സായി തന്നെ വയ്ക്കാം, എന്നിട്ട് കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഭാവിയിൽ പോവെ ഇതിപ്പോ ഫെയിലായി പോണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഡിവോഴ്സ് ചെയ്യോ? ശ്രീലക്ഷ്മിയുടെ ഭാഷയിൽ ചിലപ്പോ പറയുമായിരിക്കും എങ്കിലും ഉപേക്ഷിച്ചിട്ട് നമുക്ക് അടുത്ത ആളെ നോക്കാം എന്ന് പറയുമായിരിക്കും. അതാണ് രണ്ടാമത്തെ വരി അതാണ് കേട്ടോ. ബാക്കി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്ന് വായിച്ച് അത് പറയാം. ഒരു കൂട്ടുകാരി വലിയ കാര്യത്തിന് പോയി കല്യാണം കഴിച്ചു. പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. 3 കൊല്ലമായി ശ്രമിക്കുന്നു. പക്ഷെ പയ്യന്റെ ലിംഗം ഫങ്ഷനിങ് അല്ല. സാധനം എന്ത് ചെയ്താലും ഇറക്റ്റ് ആവുന്നില്ല എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. അതിപ്പോ അത്രയും ഭയങ്കര ശ്രീലക്ഷ്മിയോട് ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നത് കാരണവും പിന്നെ ഇത്രയും എന്താ പറയാ 3 കൊല്ലമായിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പം ഈ 3 കൊല്ലമായിട്ടും എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോ ഇത് ഫങ്ഷനിങ് ആവുന്നില്ല എന്ന് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രീലക്ഷ്മി അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രീലക്ഷ്മി അന്വേഷിക്കുന്നുണ്ടായിരിക്കും. കാരണം ഉറ്റ കൂട്ടുകാരിയാണല്ലോ. അപ്പൊ ഉറ്റ കൂട്ടുകാരിയുടെ കാര്യമാകുമ്പോൾ ശ്രീലക്ഷ്മിക്ക് ആദ്യം തന്നെ ശ്രീലക്ഷ്മിക്കും കൂടെ ഒരു ശ്രദ്ധ ചെലുത്താമായിരുന്നു. കാരണം ശ്രീലക്ഷ്മിക്ക് ഇത്രയും ഭയങ്കര അറിവും വിവരവും കൂടുതലുള്ള സ്ഥിതിക്ക് ശ്രീലക്ഷ്മിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന കൂട്ടുകാരിനോടൊന്ന് ചോദിക്കായിരുന്നു, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു അഡ്വൈസ് കൊടുക്കായിരുന്നു, നേരത്തെ കൊടുക്കായിരുന്നു. ഇത്രയും വൈകിയ വേളയില് പ്രശ്നം പരിഹരിക്കാനും പറഞ്ഞു കൊടുക്കാനും നിൽക്കുന്നതിനേക്കാള് ഇത്രയും ഭയങ്കര ലോക പരിജ്ഞാനം വിവരമൊക്കെ ഉള്ള ശ്രീലക്ഷ്മിക്ക് നേരത്തെ തന്നെ കൂട്ടുകാരിക്ക് ഒരു സജഷൻ കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ രണ്ടാളെ വിളിച്ച് വിറ്റൊന്ന് ക്ലാസ് ഒക്കെ കൊടുക്കായിരുന്നു. അപ്പോ ഒന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു ഈ കാര്യത്തില്. അപ്പൊ അതാണ് അടുത്ത വരി. ഡിവോഴ്സ് വേണം എന്ന് പുള്ളിക്കാരി വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ പറയുവാണ്, ഇതൊക്കെ ഒരു കാരണമാണോ? എങ്ങനെയും കഷ്ടപ്പെട്ട് ഒരു കുട്ടീനെ ഉണ്ടാക്ക്, പിന്നെ ലൈഫ് സെറ്റ് ആയിക്കോളും എന്നാണ് അവര് പറഞ്ഞതെന്നാണ് അടുത്ത ശ്രീലക്ഷ്മി പറയുന്നത്. ഓക്കെ, എനിക്ക് പെൺപിള്ളേരോട് പറയാനുള്ളത്, കല്യാണത്തിന് മുമ്പ് കുറച്ച് കളിയൊക്കെ സെറ്റാക്കി നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടേ കല്യാണം കഴിക്കാവൂ എന്നാണ്. എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിയുടെ പാരമ്പര്യം ചിലപ്പം അങ്ങനെ ആയിരിക്കും. ഈ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കല്യാണം നടത്തുക. സാധാരണ മിക്ക ആൾക്കാരും ഈ ടെസ്റ്റ് നടത്താതെ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ലവ് മാരേജ് സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഒരു ഏറെക്കുറെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരും ഇവിടെ ടെസ്റ്റ് ചെയ്യാതെയൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ ഒരു വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുമ്പോൾ ഒരു സെക്സ് മാത്രമല്ല. അത് ശ്രീലക്ഷ്മി എപ്പോഴും സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടും സെക്സ് ആണ് എല്ലാം, സെക്സ് ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ശ്രീലക്ഷ്മിക്ക് അത് തോന്നുന്നത്. പിന്നെ ഫംഗ്ഷനിങ് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോ എല്ലാ ഫംഗ്ഷനിങ്ങും നോക്കി കല്യാണം കഴിച്ചു എന്ന് തന്നെ വെക്കാം. ആൺകുട്ടിയുടെ ഫംഗ്ഷനിങ് നോക്കി ശ്രീലക്ഷ്മി ആൺകുട്ടിയുടെ കാര്യം മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ, പെൺകുട്ടിയുടെ കാര്യം പറയുന്നില്ല. പെൺകുട്ടികൾ ശരിയാണോ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെയാണോ അങ്ങനെ കൂടി ആണുങ്ങൾ നോക്കാൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടാകെ ഭയങ്കര മോശമായി മാറും അല്ലേ?
ഏറ്റവും മോശമായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ശ്രീലക്ഷ്മി പറയുന്നു ആൺകുട്ടിയുടെ ലൈംഗിക അവയവം പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ. അപ്പൊ ശ്രീലക്ഷ്മിയുടെ ഭാഷയിൽ തന്നെ പെൺകുട്ടികളോടും പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ആൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആവോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വിവാഹം കഴിക്കാവോ എന്നുകൂടി ശ്രീലക്ഷ്മിയുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയുമായിരിക്കും. പക്ഷെ ശ്രീലക്ഷ്മി അത് പറയുന്നില്ല. അപ്പൊ ഒരുപാട് ആൾക്കാര് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഈ ലൈംഗിക രോഗങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലിംഗം ഉദ്ധരിക്കായിക അല്ലെങ്കിൽ യോനിയുടെ ഇഷ്യൂസ് ഒക്കെ കാരണം ഒരുപാട് ആൾക്കാർ വിവാഹം കഴിച്ചിട്ട് ഇന്നും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അത് ശ്രീലക്ഷ്മിക്ക് അറിയില്ലാത്തോണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഈ ലിംഗം ഉദ്ധരിച്ച് യോനിയിലേക്ക് കടത്തുന്നത് മാത്രമല്ല സെക്സ്. ശ്രീലക്ഷ്മിയുടെ ഭാഷയിൽ അത് മാത്രമായിരിക്കും സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഉദാഹരണവും ഈ ഒരു സംഭവമൊക്കെ ആയിരിക്കും ശ്രീലക്ഷ്മിയുടെ ഭാഷയിൽ സെക്സ് എന്ന് പറയുന്നത്. സെക്സ് അങ്ങനെ ഈ ഒരു കാര്യം മാത്രമല്ല. അത് ശ്രീലക്ഷ്മിക്ക് കൂടുതൽ അറിവില്ലാത്തോണ്ടായിരിക്കാം ശ്രീലക്ഷ്മി അത് പറഞ്ഞത്. പിന്നെ ശ്രീലക്ഷ്മിയുടെ ഫെമിനിസം അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീലക്ഷ്മി ചിന്തിക്കുന്നത് ഇതൊക്കെയാ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനെ കുറച്ച് ലീലാവിലാസങ്ങളൊക്കെയാണ് ശ്രീലക്ഷ്മിയുടെ ചിന്താഗതിയിലുള്ളത്. അതിപ്പോ എനിക്ക് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞ് അതിലേക്ക് കടക്കാനാ ഞാൻ ഈ പോസ്റ്റിന് പറഞ്ഞിട്ട് അതിനുള്ള മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. കുറെ അങ്ങനെ കാട് കയറി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കളി കൊള്ളില്ലെങ്കിൽ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുക എന്നാണ് അടുത്ത വാക്ക് ശ്രീലക്ഷ്മി പറഞ്ഞേക്കുന്നത്. അതാണ്. അപ്പോ ഇങ്ങനെ കളി കൊള്ളാവോ എന്ന് നോക്കി ആൾക്കാരെ മുഴുവൻ ഒഴിവാക്കാൻ നടന്നു കഴിഞ്ഞാല് ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പൊതുസമൂഹത്തില് കല്യാണം കഴിച്ച് ജീവിക്കുന്നവര് വളരെ കുറവായിരിക്കും. അപ്പൊ ശ്രീലക്ഷ്മിക്ക് ശ്രീലക്ഷ്മിക്കോ അല്ലെങ്കിൽ ശ്രീലക്ഷ്മിന്റെ ഫാമിലിയിൽ അങ്ങനെ ആർക്കും തന്നെ എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി ഇത്രയും ഭയങ്കര അറിവുള്ള ഇത്രയും വലിയൊരാളെന്ന് സ്വയം വിചാരിക്കുന്ന ഒരാള് ഇത്രയും പറഞ്ഞു കൊടുക്കാനില്ലേ, നീ കല്യാണം കഴിക്കുന്നെങ്കിൽ ഇങ്ങനെ കൊള്ളാവോ എന്ന് നോക്കിയിട്ട് കെട്ടിയാൽ മതി എന്ന് പറയുന്നെങ്കിൽ ഈ നാട്ടില് ആരും ചിലപ്പോ ഇന്ന് നമ്മൾ ഒരാളെ കൊണ്ടുപോയി ആ കളി കൊള്ളാവോ എന്ന് നോക്കിയിട്ട് നാളെ നമ്മൾ വേറൊരാളെ കൊണ്ടുപോയി കളി കൊള്ളാവോ എന്ന് നോക്കും പോലെയാണ് ശ്രീലക്ഷ്മിയുടെ പറച്ചിൽ. ഇപ്പൊ കുറച്ച് എക്സ്പീരിയൻസ് കൂടി പോയതാവാം ചിലപ്പോ ഇതിനൊക്കെ പ്രശ്നം ശ്രീലക്ഷ്മിക്ക്. അപ്പൊ ഇത്രയും നാളായിട്ടൊരു വൈവാഹിക ജീവിതത്തിലേക്ക് പോവാത്ത കാരണങ്ങൾ ഇതൊക്കെ ആയിരിക്കാം. ചിലപ്പോ കളി കൊള്ളാവോ എന്ന് നോക്കുന്നതായിരിക്കാം ചിലപ്പോ അതിലേക്ക് പോകാൻ പറ്റാത്തതായിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഞാൻ ഇത് പൊതുവായിട്ട് ഇട്ട ഒരു പോസ്റ്റിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെയുള്ള ആൾക്കാർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ശരിയായിട്ട് കെട്ടുക എന്നുള്ളതാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് തുറന്നു പറയാനെങ്കിൽ മനസ്സ് കാണിക്കുക എന്ന്. അപ്പൊ ഇവിടെയും ശ്രീലക്ഷ്മി ആണുങ്ങൾക്കിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ആണുങ്ങളെ ഇതാക്കിയിട്ടാണ് പറയുന്നത്. മീൻസ് നിങ്ങള് സ്ത്രീകളോടാണ് പറയുന്നത്. നിങ്ങൾ കെട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് പറയുക എന്ന്. ചിലപ്പോ ശ്രീലക്ഷ്മി പറയുന്നത് ഒരു 4-5, 10, 15 കുറച്ച് സ്ത്രീകൾ ചിലപ്പോ കേൾക്കുമായിരിക്കും. എന്നുവെച്ചാല് ശ്രീലക്ഷ്മിയെ പോലെ കെട്ടും പട്ടമൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാര് ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും അറിഞ്ഞുകൂടാതെ ഇങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് ആരുടെയെങ്കിലും എന്തെങ്കിലും ശ്രദ്ധ കിട്ടാനും പിന്നെ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കാനും ഒക്കെയാണ് അവർക്കിഷ്ടം. അപ്പോ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ചിലപ്പോൾ അവരൊക്കെ കേൾക്കുമായിരിക്കും. നമ്മള് ആൺകുട്ടികളെ കാര്യം നോക്കുമ്പോൾ ശ്രീലക്ഷ്മി ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് പെൺകുട്ടികൾ അത്ര ഭയങ്കര സോഷ്യൽ പരമായിട്ടുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ സമൂഹത്തിന്റെ നന്മ ആഗ്രഹിച്ചാണ് ശ്രീലക്ഷ്മി ചിലപ്പോ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോസ്റ്റ് ഇട്ടെങ്കില് ശ്രീലക്ഷ്മി ശരിക്കും ആൺകുട്ടികളോടും പറയണമായിരുന്നു, പെൺകുട്ടികള് കാര്യങ്ങളും ഇതുപോലെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാവൂന്ന്. അപ്പൊ പിന്നെ ഒരിടത്തും ആരെയും കെട്ടില്ലല്ലോ. ഇങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് പോവാലോ. ശ്രീലക്ഷ്മിക്ക് അതാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. അടുത്തത്
ഒരുപാട് ആഗ്രഹിച്ചിട്ട് കെട്ടിയിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പെണ്ണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂന്ന്. അപ്പൊ ശ്രീലക്ഷ്മിയുടെ ഭാഷയെ പറയണമെങ്കിൽ ഈ നാട്ടിലെ പെൺകുട്ടികളെല്ലാം കല്യാണം കഴിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. സെക്സ് കിട്ടിയില്ലെങ്കിൽ അവരെല്ലാം ഡിവോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ സെക്സ് കിട്ടിയില്ലെങ്കിൽ അവരെല്ലാം വേറെ ആരുടെങ്കിലും കൂടെ പോകുന്നൊക്കെ. ചിലപ്പോൾ നാട്ടിൽ 1-2% സ്ത്രീകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പോ ശ്രീലക്ഷ്മി പറയുന്നത് ഒരു കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളിപ്പരിപാടിയാണ്. കളി ഇല്ലെങ്കിൽ വേറെ ഒരു കാര്യമില്ലെന്നുള്ളതാണ് ശ്രീലക്ഷ്മിയുടെ പോസ്റ്റിൽ നിന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത് നോക്കുക, അത് ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പൊ ഈ ടെസ്റ്റിംഗ് ഒക്കെ അനവധി ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതൊന്നും അറിയേണ്ട കാര്യമില്ല. പബ്ലിക്കായിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സമൂഹത്തിൽ എത്രമാത്രം നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ എത്രമാത്രം മോശമായിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ അതെത്ര നന്നാവും അല്ലെങ്കിൽ എത്ര നല്ലതാവും എന്നുകൂടി ചിന്തിക്കുക. എന്നിട്ടൊക്കെ പറയണം ഇതുപോലെയുള്ള കാര്യങ്ങൾ. ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആരും ഒരിടത്തും ജീവിക്കാനും ഒന്നും പോകുന്നില്ല. നമുക്കിപ്പോ ഒന്ന് കാണുമ്പോൾ അതിനേക്കാൾ മറ്റൊന്നായിരിക്കും ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്നതാണ് മനുഷ്യര് ഏറ്റവും കൂടുതൽ. പക്ഷെ ഏറ്റവും കൂടുതൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നത്, കിട്ടിയത് വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടിയും ജീവിക്കുന്നതും ഈ മനുഷ്യരൊക്കെ തന്നെയാണ് അങ്ങനെ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, നന്നായിട്ടുണ്ട്. എന്തായാലും വീക്ഷണമൊക്കെ നന്നായിട്ട് ഇനിയും വീക്ഷിക്കുക. ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങളും ഇതൊക്കെ പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ, ഈ കുറെ കുളിരണിയുന്ന ആൾക്കാരെ കുളിരണിയിക്കാനായിരിക്കും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. കുറെ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കും, മൊത്തം കുളിരുള്ള പോസ്റ്റ് ആണല്ലോ ഇടുന്നത്. അപ്പോൾ കുറച്ച് പുരുഷന്മാർക്ക് കുറച്ച് ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ. എല്ലാ പുരുഷന്മാർക്കും അല്ല, ഇങ്ങനൊരു കുളിർ അന്വേഷിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊരു സന്തോഷം ലഭിച്ചോട്ടെ എന്ന ഉദ്ദേശിച്ചാണ് ഈ പോസ്റ്റ് ഇട്ടെങ്കിൽ നല്ല കാര്യമാണ്, കൊള്ളാം. ഒരു ഭാവിയുണ്ട് എന്തായാലും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. കൊറോണ ഇങ്ങനെ നല്ല സുഖമായിട്ട് വരുന്നുണ്ട്, സുഖമായിട്ട് പോകുന്നുണ്ട്. ട്രിവാൻഡ്രമൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരുന്നു, പക്ഷേ ഇന്ന് പിൻവലിച്ചു എന്ന് തോന്നുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇല്ല ഇപ്പോ. ട്രിപ്പിൾ ആയാലും എന്താ, 4 ആയാലും എന്താ, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എന്താ, എല്ലാ ദിവസവും ഒരുപോലെയാണ് ഇപ്പോഴത്തെ ദിവസങ്ങളൊക്കെ. അപ്പൊ ഇനി എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. സാമിൽ ഹായ്, ശ്രീജിത്ത് അപ്പുക്കുട്ടൻ ഹായ്. കുറെ ആൾക്കാർ ഹായ് പറഞ്ഞു, കുറെ ആൾക്കാർ എന്തൊക്കെയോ മെസ്സേജ് പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നോക്കാൻ ആരൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാനായിട്ട്. എനിവേ, നല്ലൊരു ദിവസം ആവട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. ടേക്ക് കെയർ.